നമ്മൾ തെന്മല ഡാം സൈറ്റിൽ നിന്ന് പോന്നു. ഇപ്പോൾ നമ്മൾ പാലരുവി വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് എത്തി. ഇപ്പോൾ ഇടയിൽ നമ്മൾ പോകുന്ന വഴിക്ക് മറ്റേ ചെങ്കോട്ട റെയിൽപാത കണ്ടു, കൊല്ലത്തുനിന്ന് തിരുനെൽവേലിക്കുള്ളത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മൾ നേരെ പാലരുവിയിലേക്ക് നടക്കുകയാണ്. പാലരുവിയിൽ പാർക്കിങ്ങാണ് ഏറ്റവും രസം. കുറച്ച് തേക്ക് മരങ്ങൾ വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ തേക്കാണ്. ഒരു 30 കൊല്ലം പഴക്കമുള്ള തേക്കുകളാണല്ലോ. ഇവിടെ ഫോറസ്റ്റിൻ്റെ ബസ്സുണ്ട്. അതിൽ നമുക്ക് രസമായിട്ട് പോയിട്ട് വരാം. എനിക്ക് തേക്കിൻ്റെ ഈ പാർക്കിങ്ങാണ് ഭയങ്കരമായിട്ട്. പാലരുവിയുടെ പാർക്കിംഗ് ഏരിയയാണ്. നിറച്ച് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പാലരുവിയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു 50 മീറ്റർ നടന്നാൽ നമുക്ക് വാട്ടർഫോൾസിലേക്ക് എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് വളരെ സൂപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ തന്നെ പാലരുവി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലരുവിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. നല്ല റിഫ്രഷിംഗ് ആണ്. വളരെ രസമായിട്ട് ഫോറസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. നല്ല ഹൈറ്റുണ്ട് ശരിക്കും അത്. ഞാനൊരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചതാണ്. അതായത് നമ്മുടെ 1 ഡേ ട്രിപ്പാണല്ലോ. അതായത് തെന്മല ഇക്കോ ടൂറിസം. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചെങ്കോട്ട പാത കാണാം. അത് കഴിഞ്ഞ് നേരെ മുമ്പിലേക്ക് തെങ്കാശി വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലരുവി വാട്ടർഫോൾസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരം വാട്ടർഫോൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് തെങ്കാശി പോയിട്ട് നമ്മുടെ അമ്പലങ്ങളൊക്കെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തെങ്കാശിയിലേക്ക് പോകുന്ന വഴി മുഴുവൻ അയ്യോ ഒരു രക്ഷയില്ല. ബോർഡർ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അവിടെയുള്ള റോസ്മലയാണ്. റോസ്മല എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തെങ്കാശിക്കുള്ള റൂട്ടിലുള്ള വീഡിയോസും പിക്ചേഴ്സും കിട്ടിയില്ല. ഭയങ്കര മഴയായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ശരി.